കർത്താവ് പറഞ്ഞ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്. എന്നിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം. നമ്മളെല്ലാവരും കർത്താവിൽ വിശ്വസിക്കുന്നവരാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തൊഴുകണം? ജീവജലത്തിൻ്റെ തുള്ളികളാണോ? സ്പ്രേ ആണോ? ചെറിയ തോടുകളാണോ? അല്ല, അല്ലേ? എന്താ ഒഴുകണ്ടേ? ജീവജലത്തിൻ്റെ നദികൾ. ജീവജലം വെറും വെള്ളമല്ല, അല്ലേ? ജീവൻ നൽകുന്നതായ, അല്ലെങ്കിൽ ജീവനിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ജീവൻ നൽകുന്നതുമായ നദികൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഒഴുകണം. നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നദി ഒഴുകുമെന്നാണോ? അല്ല, അല്ലേ? ഏതെങ്കിലും ഒരു നദി പുറപ്പെടുന്നാണോ? അല്ല, നദികൾ ഒഴുകും. എന്താണ് നമ്മളിൽ നിന്ന് ഒഴുകുന്നതായ ജീവജലത്തിൻ്റെ നദികൾ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാൻ ആരോടും കൈപൊക്കാനോ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. അതൊക്കെ വലിയ ക്രൂരതയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കർത്താവിൽ യഥാർത്ഥമായി വിശ്വാസമർപ്പിച്ചതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്നും ജീവൻ്റെ മലവെള്ളപ്പാച്ചിൽ, അല്ലേ? നമുക്ക് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാം. മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകണം. അതില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ വിശ്വാസത്തിൽ എന്തോ ചില അപാകതകളുണ്ട്. കർത്താവ് പറഞ്ഞ വാക്കിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ പിന്നെ മാറ്റാൻ പറ്റുന്നത് എന്താണ്? നമ്മളുടെ അവിശ്വാസമാണ് യഥാർത്ഥത്തിൽ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യം. നമ്മളുടെ വിശ്വാസത്തെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താറുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കണം, ഒന്ന് ശോധന ചെയ്യണമെന്ന്. നമ്മൾ പലപ്പോഴും നമ്മളുടെ വിശ്വാസത്തെ അങ്ങനെ പരിശോധിക്കാനോ ശോധന ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല. കാരണം എന്താ? ഞാൻ 1982 ഓഗസ്റ്റ് 15 ഞാൻ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞവനാണ്. അപ്പോൾ അത് നമുക്കെല്ലാ തൃപ്തിയും തരും. അതുകൊണ്ട് അതിനെ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യം നമ്മളിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. എന്താണതിന് കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചുറ്റുപാടും കാണുന്നതും കേൾക്കുന്നതും പ്രസംഗിക്കുന്നതും വിശ്വസിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. എന്നാൽ അത് പോരാ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫെസസിലെ മൂപ്പന്മാരോട് സംസാരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞതായിട്ടുള്ള ഒരു പ്രസ്താവന അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ നിന്നും ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 19-20 വാക്യങ്ങളാണ്. വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണ്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെച്ചില്ല. അതൊക്കെ പരസ്യമായിട്ടും പറഞ്ഞു, വീടുതോറും പറഞ്ഞു, അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ പരസ്യമായും വീടുതോറും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാൻ ദൈവവചനം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് യാതൊരു അനുവാദവുമില്ല. അതുകൊണ്ട് തന്നെ
നമ്മൾ ആ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഹൃദയം, ഒരു വായ, ഒരു മനസ്സ്, ഏകഹൃദയം, അതൊക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ അതിനെക്കുറിച്ച് സഭയ്ക്കകത്തും പുറത്തും ആ ക്ലാസ് കേട്ടതായിട്ടുള്ള പല ആളുകളും അതിനെക്കുറിച്ച് പല കമൻറ്റുകൾ പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് ചില സംശയങ്ങൾ ചോദിക്കുകയും ഉണ്ടായി. ഒരുപക്ഷെ നിങ്ങളാരും അങ്ങനെ സംശയങ്ങൾ ചോദിക്കുകയോ കമൻറ്റുകൾ പറയുകയോ ഒന്നും എന്നോട് ചെയ്തില്ല. അത് പൂർണ്ണമായിട്ടും മനസ്സിലായതുകൊണ്ടാണോ അതെയോ മനസ്സിലാകാത്തത് കൊണ്ടാണോ അതെയോ ചോദിക്കാനുള്ള ഒരു വൈക്ലഭ്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ സാധിക്കുമോ? അപ്പം നമ്മൾ അന്ന് വായിച്ചത് എന്താണ്? വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവർ ആയിരുന്നു എന്നാണ് വായിച്ചത്, അല്ലേ? അവരെങ്ങനെയാകാൻ ആഗ്രഹിച്ചു എന്നാണോ? അങ്ങനെയാകാൻ അവരെ പ്രബോധിപ്പിച്ചു എന്നാണോ? അവരുടെ അങ്ങനെയുള്ളൊരു ആഗ്രഹം നിറവേറ്റപ്പെട്ടില്ല എന്നാണോ? അല്ല, അങ്ങനെയൊന്നുമല്ല. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവർ ആയിരുന്നു. അപ്പോൾ പിന്നെ അത് സാധ്യമാണോ? ആണോ? സാധ്യമാണ്. ഇനി അത് സാധ്യമല്ല എന്ന് നാം തീരുമാനിക്കുന്നുവെങ്കിൽ, അങ്ങനെ നാം ചിന്തിക്കുന്നുവെങ്കിൽ അതിനകത്ത് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അതിനുള്ള താല്പര്യം എനിക്ക് ഇല്ല എന്നുള്ളത് മറ്റൊരു രൂപത്തിൽ പറയുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് അത് സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു ആത്മീകമായ തലത്തിലല്ല നാം ജീവിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് അതൊക്കെ സാധ്യമാകുന്ന ആത്മീക തലം എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും ക്രൂശിക്കപ്പെട്ട് എവിടെയാണ് ഉള്ളത്? ക്രിസ്തുവിലാണുള്ളത്, അല്ലേ? ഞാനും ക്രിസ്തുവിലാണ്, നമ്മളെല്ലാവരും ക്രിസ്തുവിലാണുള്ളത്. ക്രിസ്തുവിലുള്ള ആളുകൾക്ക്, എല്ലാവരും ക്രിസ്തുവിലാണ് എങ്കിൽ അവർക്കൊരു ഒരുമ പറ്റുമോ? പറ്റില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിൽ അല്ല, ക്രിസ്തുവിന് പുറത്താണ്. അപ്പോൾ ക്രിസ്തുവിന് പുറത്ത് നിന്നുകൊണ്ട് ക്രിസ്തുവിലാണെന്ന് ചിന്തിച്ച് ജീവിക്കാൻ നാം ശ്രമിച്ചാൽ നമുക്ക് ഇത് തികച്ചും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇങ്ങനെയൊന്നും ഞാൻ 42 വർഷമായി രക്ഷിക്കപ്പെട്ട് അങ്ങനെ സഭയിലേക്ക് വന്നിട്ട് ഇങ്ങനെയൊന്നും ആരും ഒരിക്കലും പഠിപ്പിച്ച് കേട്ടിട്ടില്ല. അപ്പം നമുക്കതിട്ട് പഠിപ്പിക്കാതിരിക്കാനും മേല. കാരണം അത് പഠിപ്പിക്കാതിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തോടും ദൈവസഭയോടുമുള്ള ഒരു നീതികേടാണ് എന്ന് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ, അതെത്ര കഠിനമാണെങ്കിലും അതിനെത്ര വില കൊടുക്കേണ്ടതാണെങ്കിലും അത് പഠിപ്പിക്കാതിരിക്കുവാനായിട്ട് ദൈവവചനം ഒരിക്കലും അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് സാധ്യമാണ്, സാധ്യമല്ലാത്ത കാര്യമല്ല. പിന്നെ എന്നോട് വിളിച്ച് ചോദിച്ചതായിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, എല്ലാവരും വിറ്റ് അവരവരുടെ വസ്തുവകകളൊക്കെ വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു, അത് ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുത്തു. അതിന്ന് സഹോദരൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സഹോദരൻ്റെ സഭയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഉണ്ടായതായ മറ്റൊരു ചോദ്യം. അപ്പസ്തോല പ്രവൃത്തികളിൽ യെരുശലേമിലെ സഭയിലേക്ക് വന്നതായിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു. അതൊരു ചരിത്ര വസ്തുതയായിട്ട് അപ്പസ്തോല പ്രവൃത്തികളിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തേച്ച് വരണം, അല്ലെങ്കിൽ എല്ലാം വിഭാഗിച്ച് കൊടുത്തേച്ച് എല്ലാവരിലും തുല്യത വരുത്തിയിട്ട് വേണം വരാനായിട്ട് എന്നുള്ളതായ ഒരു ഉപദേശം ബൈബിളിലില്ല. കർത്താവിൻ്റെ അടുക്കൽ നിത്യജീവൻ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വന്നതായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തോട് കൽപ്പനകളൊക്കെ അനുസരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം അനുസരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്,
നീ നിനക്കുള്ളതൊക്കെയും വിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞില്ല, ദരിദ്രർക്ക് കൊടുത്തേച്ച് പോരാൻ പറഞ്ഞു. അതായത് നിന്റെ ദൈവം ഞാനല്ല, നീ കൽപ്പനകൾ അനുസരിക്കുന്നവനാണ്, പക്ഷെ നിന്റെ ദൈവം ഞാനല്ല, നിന്റെ ദൈവം സ്വത്താണ് അല്ലെങ്കിൽ നിന്റെ സമ്പത്താണ്. അതായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിച്ചു. പിന്നെ യെരുശലേമിൽ ഉണ്ടായതായ സംഭവം എല്ലാം വിറ്റ്, എല്ലാവരും വിറ്റു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല, അങ്ങനെ അവിടെ വാക്യങ്ങളുമില്ല. വിറ്റ് മനസ്സുള്ളവർ ഒക്കെ, അനന്യാസും ഒക്കെ വിറ്റ് കൊണ്ട് കൊടുക്കുമ്പം നിൻ്റേതായിരുന്നല്ലോ, വിൽക്കുന്നതിന് മുമ്പും നിൻ്റേതായിരുന്നല്ലോ, വിറ്റതിന് ശേഷവും നിൻ്റേതായിരുന്നല്ലോ എന്നാണ് അവിടെ അദ്ദേഹത്തോട് ചോദിക്കുന്നത് നാം കാണുന്നത്. അങ്ങനെ എല്ലാം വിറ്റ് കൊണ്ട് കൊടുക്കണമെന്നുള്ള ഒരു നിയമമോ പ്രമാണമോ ബൈബിളിൽ ഇല്ല, അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. എന്നാൽ അങ്ങനെ കൊടുക്കാനായിട്ടുള്ള അനുവാദവും സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട്. ഇനി അങ്ങനെ വിൽക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യം വന്നാൽ വിൽക്കാൻ തയ്യാറായിരിക്കണം. അത് ഏത് കാലഘട്ടത്തിലും അതങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചു, നമ്മളുടെ കുഞ്ഞിന് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ളൊരു ആവശ്യം വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ ആദ്യം നമ്മുടെ കയ്യിലുള്ള പൈസ ചിലവാക്കും, പിന്നെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അത് ചിലവാക്കും, പിന്നെ സ്വർണമോ അതുപോലെ വിൽക്കാൻ സാധ്യതയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് വിൽക്കും അല്ലെങ്കിൽ പണയം വിൽക്കും. ഇനി അതുമല്ല, അതുകൊണ്ടും തീരുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും വസ്തുവകകളുണ്ടെങ്കിൽ അത് വിറ്റും ചികിത്സിക്കും, ഇല്ലേ? ശരിയാണോ? അല്ലേ? നമ്മളുടെ മക്കൾക്ക് വേണ്ടി നാം അത് ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ നമുക്ക് ബാധ്യസ്ഥരാണ്. നാം അത് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അത് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് നമ്മിലില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നാം ക്രിസ്തുവിലല്ല എന്നുള്ളതാണ്. ക്രിസ്തുവിലാണ് എങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് നമ്മളിൽ നിന്ന് ഉളവാകുന്നത്, അല്ലേ? ക്രിസ്തുവിലാണ് നാം വസിക്കുന്നതെങ്കിൽ നമ്മിൽ നിന്നുളവാകുന്നതായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെയാണ്. യെരുശലേമിൽ അവരെല്ലാവരും കൊണ്ടുവന്ന് വിറ്റു. അവരെല്ലാവരും വിചാരിച്ചത് കർത്താവ് ഇപ്പം തന്നെ വരും, കർത്താവിൻ്റെ വരവ് ക്ഷണികമാണ് എന്നൊക്കെ ആണെന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. അവരെല്ലാവരും അതുകൊണ്ട് പെന്തക്കോസ്ത് നാളായതുകൊണ്ട് യഹൂദന്മാരായിരുന്ന നാനാവിധ രാജ്യങ്ങളിലുണ്ടായിരുന്ന ആളുകളെല്ലാം അവിടെ കൂടി വന്നു. അവർ രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇനി നമുക്ക് ഈ യെരുശലേമിൽ തന്നെ തുടരാം എന്ന് അവർ ആഗ്രഹിച്ച്, അപ്പോൾ പിന്നെ അവർക്ക് വീടുമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അന്ന് അങ്ങനെ വിറ്റ് അവിടെ ഒരുമിച്ച് കൂടാനൊക്കെ ഉണ്ടായ, അല്ലെങ്കിൽ വിറ്റ് കൊണ്ട് കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. എന്നാൽ അത് ദൈവിക പരിപാടിയായിരുന്നില്ല. ദൈവം എന്താ ചെയ്തേ? അവരെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് സന്തോഷിച്ച് ഇവിടെ തന്നെ കൂടിയാക്കാമെന്ന് വിചാരിച്ച് ദൈവം എന്ത് ചെയ്തു? ഒരു പീഡനം അയച്ച് അങ്ങ് ചെതറിച്ചു, അല്ലേ? അപ്പസ്തോലന്മാരൊഴികെ സകലരും ചെതറിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ വിറ്റ് എല്ലാവരും കൂടി പങ്കിട്ടെടുത്ത് അവിടെ അങ്ങ് കൂടാമെന്ന് പറയുന്നതായിട്ടുള്ള അവരുടെ ചിന്ത അത് ദൈവവചനപ്രകാരമുള്ളൊരു ചിന്തയായിരുന്നില്ല. അപ്പസ്തോലന്മാരൊഴികെ സകലരും അവർ ചെതറിപ്പോയി. പിന്നെ പോയവർ അവർ പോയ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷമൊക്കെ പ്രസംഗിച്ച് അങ്ങനെ നടന്നു എന്നുള്ളതാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എല്ലാവരും ഇനിയിപ്പം എല്ലാവർക്കും തുല്യത വേണം എന്നുള്ള ഒരു പൊതുവേ ഉള്ള ഒരു പ്രമാണം സാധാരണ ആളുകളുടെ ഉള്ളിലുണ്ട്. തുല്യത സാധ്യമാകുമോ? ഒരു ഉദാഹരണത്തിന്, നമ്മളെല്ലാവരും നമ്മളുടെ വസ്തുവകളെല്ലാം വിറ്റ് ഒന്നാമത് തുല്യമായിട്ട് ഭാഗിക്കുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാഴ്ച കഴിയുമ്പോൾ തുല്യത പോവുകയില്ലേ? ഇല്ലേ? നമ്മളുടെ ചിലവനുസരിച്ച്, നമ്മളുടെ ചികിത്സ അനുസരിച്ച്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതനുസരിച്ച് ഒറ്റയാഴ്ച കൊണ്ട് തുല്യത പോയോ? അപ്പോൾ പിന്നെ തുല്യത വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രശ്നമാണ്, അല്ലേ? അപ്പം അത് ബൈബിളിലെ ഒരു പ്രമാണമല്ല. മാത്രമല്ല ബൈബിളിൽ നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ അങ്ങനെ സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും ഒക്കെ ഉള്ളതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. യാക്കോബിൻ്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. എന്താണ്? മുട്ടുള്ളവർ ആരും ഒരു സഭയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ജീവിക്കാൻ, അതായത് അധ്വാനിച്ചിട്ടും ജീവിക്കാൻ കഴിയാത്ത ഒരാളും സഭയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അധ്വാനിക്കാൻ മനസ്സില്ലാത്തവൻ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിച്ചാലും ദൈവവചന പ്രകാരം ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അധ്വാനിക്കാനുള്ള മനസ്സും
അധ്വാനിച്ചിട്ടും പോരാത്തതായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളും ഉണ്ടായാൽ അതിന് ഇനി നമ്മുടെ വസ്തുവകകൾ വിറ്റാണെങ്കിലും സഹോദരങ്ങളെ സഹായിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ദൈവസഭയിൽ ഉണ്ട്. ആർക്കെങ്കിലും അതിനോട് വിയോജിപ്പുണ്ടോ? ഇതൊക്കെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. പിന്നെ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കരുതല്ലോ. അപ്പോൾ ഇന്ന് പ്രയോജനമുള്ള മറ്റൊരു കാര്യം നിങ്ങളോട് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ആദ്യം തുടങ്ങിയത് എന്താണ്? ജീവജല നദികൾ നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ജീവജല നദികൾ വരും എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അത് അർത്ഥമാക്കുന്നത്? നമ്മളിൽ വസിക്കുന്നത് ആരാ? കർത്താവ്. അപ്പം നമ്മളിലൂടെ പുറമേക്ക് വരുന്നത് എന്തായിരിക്കണം? കർത്താവിൻ്റേതായിട്ടുള്ള വാക്കുകളും, അല്ലേ? കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പം നമ്മളിൽ നിന്ന് ഒരു വെളിച്ചം, നമ്മളെ കാണുന്നവർക്ക് നമ്മളിൽ ഒരു വെളിച്ചം കാണാനായിട്ട് കഴിയണം. ഉണ്ടോ? അതോ ഇരുട്ടാണോ കാണുന്നത് നമ്മളെ കാണുമ്പം? നമ്മളെ വാക്കുകൾ കേൾക്കുമ്പോഴും നമ്മുടെ ഇടപാടുകളൊക്കെ കാണുമ്പം നമ്മളിൽ ഇവരെന്തോ കുഴപ്പക്കാരാണ് എന്നുള്ള ഒരു ചിന്തയാണോ ഇത് കേൾക്കുന്നതായിട്ടുള്ള ആളുകൾക്കുള്ളത്? അല്ലേ? പൊതുവെ വളരെ സങ്കടത്തോടു കൂടി പറയാം, എനിക്ക് പരിചയമുള്ളതായിട്ടുള്ള പല ആളുകളും അവർ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാതെ ഇരിക്കുന്നതും, അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് പിന്നോക്കം പോയിട്ടുള്ളതും വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതം കണ്ടിട്ടാണ്, അവരുടെ വാക്കുകൾ കേട്ടിട്ടാണ്, അവരുടെ മനോഭാവങ്ങൾ കണ്ടിട്ടാണ്. ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരനോട് എന്തോ വിശ്വാസി എന്നുള്ളൊരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്കും ആ വാക്കിൻ്റെ അടുത്ത് പറയരുത് എന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരു പെന്തക്കോസുകാരനായി ആ മനുഷ്യൻ ആ വീടിന് ഒരു വലിയ ഭാരമായി തീർന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വെളിച്ചം മറ്റുള്ളവരെ ആകർഷിക്കും, അല്ലേ? അപ്പോൾ നാം മറ്റുള്ളവരെ വചനത്തിലേക്കും സഭയിലേക്കും ദൈവിക ജീവനിലേക്കും ആകർഷിക്കുന്നതിന് പകരം വികർഷണമാണ് നമ്മൾ ഉളവാകുന്നതെങ്കിൽ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമല്ല. ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും ഒരു വേദഭാഗം വായിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ, വാക്യപ്രതി വാക്യമായിട്ട് പഠിച്ചപ്പോൾ, ഇത് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ അതെല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം. ഈ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഒരു വിധവയെ സഭ ഏറ്റെടുത്ത് ആ വിധവയുടെ എല്ലാ കാര്യങ്ങളും നടത്തണമെങ്കിൽ ആ വിധവയ്ക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളെക്കുറിച്ചാണ് പറയുന്നത്. 9-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. അപ്പോൾ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞല്ലോ, ഒരു വിധവയെ സഭ ഏറ്റെടുത്ത വിധവയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള യോഗ്യതകൾ. 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സൽപ്രവൃത്തികളാൽ സ്തുതിപ്പെട്ട് ഏകഭർത്താവിൻ്റെ ഭാര്യയായിരുന്ന 60 വയസ്സിന് താഴെയല്ലാത്ത, അതായത് മുകളിലുള്ള വിധവ, മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുകയോ സർവ സൽപ്രവൃത്തികളും ചെയ്തു പോരുകയോ ചെയ്തുവെങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. ഇതിനു മുമ്പ് മറ്റൊരു യോഗ്യത പറയുന്നുണ്ട്. അതായത് 4-ാമത്തെ വാക്യത്തിൽ, വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ, ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു.
അപ്പോൾ ഒരു വിധവയ്ക്ക് പുത്രന്മാരോ അതുപോലെ തന്നെ പൗത്രന്മാരെന്ന് പറയുന്ന ആ ഒരു വാക്കിന് രണ്ട് തർജ്ജമയുണ്ട് അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ. സഹോദരങ്ങളുടെ മക്കളെന്നും അതിനെ തർജ്ജമ ചെയ്യാം, അതുകൂടാതെ കൊച്ചുമക്കളെന്നും തർജ്ജമ ചെയ്യാം. അപ്പോൾ അങ്ങനെ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഉണ്ടെങ്കിൽ അവർക്കാണ് ഒരു വിധവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ചുമതല. ഇനി അങ്ങനെയല്ല എങ്കിൽ ആ വിധവയെ സഭ സംരക്ഷിക്കണമെങ്കിൽ ആ വിധവ ജീവിച്ചിരുന്ന കാലത്ത്, ഭർത്താവിനോട് വിധവയാകുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന കാലത്ത് എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതായ കാര്യമാണ്. എന്താണ്? സൽപ്രവൃത്തികളാൽ സ്തുതിപ്പെട്ട്. അപ്പോൾ ഒരു വിധവയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സഹോദരിയെക്കുറിച്ച് പറയുമ്പോൾ സൽപ്രവൃത്തികൾക്ക് അവർ പേരുകേട്ട ആളായിരിക്കണം, സ്തുതിപ്പെട്ട ആളായിരിക്കണം. പിന്നെ ഏക ഭർത്താവിൻ്റെ ഭാര്യയായിരുന്നു 60 വയസ്സിന് താഴെയല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുകയോ സർവ്വ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തുവെങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. എന്നാൽ ഇത് ഒരു സഹോദരിയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഒരു സഹോദരിക്ക് തന്നെ ഒരു കുടുംബത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ ഇത്? ആണോ? ഒരിക്കലുമല്ല. അതായത് ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു ചിത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെയാണ് പോകേണ്ടത്? എങ്ങനെയാണ് അവർ സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് അല്ലേ? സൽപ്രവൃത്തികളെക്കുറിച്ച് നാം പഠിക്കുകയും 1-2 ക്ലാസ്സുകൾ നാം എടുക്കുകയും പഠിക്കുകയും ചെയ്തതാണ്. ക്രിസ്തീയ വിശ്വാസികൾ സൽപ്രവൃത്തികൾക്ക് പേരുകേട്ടവരാണ്. നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. സൽപ്രവൃത്തികൾക്ക് ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനത്തെ വാർത്തെടുക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്ന് നാം വായിക്കുന്നു. അങ്ങനെ ഇതെല്ലാം സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് ദൈവമക്കളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു അടയാളമാണ്. അങ്ങനെ സൽപ്രവൃത്തികളാൽ സ്തുതിപ്പെടണം. പിന്നെ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുക. എന്താണ് വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുക എന്ന് പറഞ്ഞാൽ? വീട്ടിൽ കയറി വരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചാണോ? ആ കാലഘട്ടത്തിൽ അന്നും അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള പരിപാടിയില്ല. കാരണം ഇന്ന് ചെരുപ്പും ഷൂ ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ കാലുകളെ കഴുകുക എന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അർത്ഥമെന്ന് പറയുന്നത്. ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുക, സർവ്വ സൽപ്രവൃത്തികളും ചെയ്തു പോരുക. ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുക, സർവ്വ സൽപ്രവൃത്തികളും ചെയ്തു പോരുക. അപ്പോൾ ഇതൊരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണമാണ്. അപ്പോൾ ഈ ജീവജലത്തിൻ്റെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറയുമ്പോൾ ഒഴുകേണ്ടതായിട്ടുള്ള നദികൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മളെക്കുറിച്ചുണ്ടായിരുന്ന കുറേ അഭിമാനങ്ങളൊക്കെ നമ്മൾ തച്ചുടച്ച് നമ്മൾ ആരുമല്ല എന്നുള്ള ഒരു തലത്തിലേക്ക് വന്നായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ വീണ്ടും നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണ്. സഭയായിട്ട്, കുടുംബങ്ങളായിട്ട്, വ്യക്തികളായിട്ട് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണ്. ഈ ജീവജലത്തിൻ്റെ നദികൾ എവിടെയാണ്? നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നൊരു 4-5 മാസം മുമ്പ് പഠിപ്പിച്ചതാണ്. അന്ന് ഏകദേശം ഈ കാര്യങ്ങളൊക്കെ അന്നും പറഞ്ഞിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ മുഖം കണ്ണാടിയിൽ കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും? എൻ്റെ മുഖത്ത് അഴുക്കുണ്ടെന്ന് മനസ്സിലാവും അല്ലേ? കണ്ണാടി മാറ്റി കഴിഞ്ഞിട്ട് നമ്മളെന്താ ചെയ്യുക? പോയി കഴുകി വൃത്തിയാക്കും. കണ്ണാടിയിൽ കാണുന്നതുകൊണ്ട് ആ കണ്ണാടി നമ്മുടെ മുഖം വൃത്തിയാക്കുമോ? ഇല്ല. അപ്പോൾ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളിലുള്ളതായിട്ടുള്ള പോരായ്മകളും അഴുക്കുകളും ഒക്കെ നമ്മൾ കാണും. പക്ഷേ അത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്കുണ്ട്. അത് വൃത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതം,
ക്രിസ്തീയ കുടുംബജീവിതം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ള കുടുംബങ്ങളാണ് ഒരു സഭയിലുള്ളതെങ്കിൽ ഒന്ന് മനസ്സിൽ അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എല്ലാവരും വിശുദ്ധന്മാരുടെ കാലുകൾ കഴുകുന്നു, ആർക്കും മുട്ടില്ല എന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തുന്നു. സൽപ്രവൃത്തികൾക്ക് ഭയങ്കര ശുഷ്കാന്തിയായിട്ട് അങ്ങനെ ഇങ്ങനെ എല്ലാ കുടുംബങ്ങളും അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആകണമെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം? ഏക ഹൃദയമുണ്ടായിരിക്കണം, ഏക മനസ്സും ഉണ്ടായിരിക്കണം. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അവരങ്ങനെ ഉള്ളവരായിരുന്നു. അതുകൊണ്ട് അവർക്കങ്ങനെ പറ്റുമായിരുന്നു. തിമോത്തിയോസിന് ഈ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്? അല്ലേ? ശരിയാണോ? അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ധാരാളം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളുടെ ഇടയിലും അങ്ങനെയുള്ള കുടുംബങ്ങൾ ധാരാളം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഞായറാഴ്ച വന്ന് പാട്ടും പാടി സ്തോത്രവും ചെയ്ത് തിരുവത്താഴ്ച ശുശ്രൂഷയിലും പങ്കെടുത്തിട്ട് പ്രസംഗവും കേട്ടങ്ങ് പോയാൽ ക്രിസ്തീയ ജീവിതമാവില്ല. നമ്മുടെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ ഒരു കണിക പോലും, അല്ലേ, നദിയൊക്കെ പോട്ടെ, നദി പോട്ടെ, തോട് പോട്ടെ, ഒരു സ്പ്രേ പോട്ടെ, ചില തുള്ളികൾ പോലും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവുകയില്ല. രക്ഷിക്കപ്പെട്ടു സ്വർഗത്തിൽ പോകാം, ഇതാണ് നമ്മളുടെ അല്ലേ? അതല്ലേ ആ രണ്ട് കാര്യങ്ങൾ. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇപ്പം രക്ഷ നഷ്ടപ്പെടില്ല എന്നും ആരും ഇവിടെ പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. രക്ഷിക്കപ്പെട്ടു, എങ്ങനെയെങ്കിലുമൊക്കെ ദൈവം എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ അങ്ങ് ചെയ്യുക, ബാക്കി ദൈവം തമ്പുരാൻ നോക്കി എങ്ങനെയെങ്കിലും അങ്ങ് കിടത്തിക്കൊണ്ട് പോകും എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഇന്നത്തെ ഞാനിവിടെയുള്ള ആളുകളെക്കുറിച്ചല്ല പറയുന്നത്, അങ്ങനെ ആരും ഇവിടെ എനിക്ക് ചിന്തിക്കുന്നില്ല. പക്ഷേ ലോകത്തിലുള്ളൊരു ചിന്ത അങ്ങനെയാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതൊന്നും ഒരു ക്രിസ്തീയ ജീവിതമേ അല്ല. അങ്ങനെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് ഒരാൾ രക്ഷിക്കപ്പെട്ടത് എങ്കിൽ ആ രക്ഷ ഒരു യാഥാർത്ഥ്യവുമല്ല, അത് കേവലം ഒരു സ്വാർത്ഥമായിട്ടുള്ള ചിന്ത മാത്രമാണ്. നാം രക്ഷിക്കപ്പെടുന്നത് സ്വർഗത്തിൽ പോകാനല്ല. നാം രക്ഷിക്കപ്പെടുന്നത് ആ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ കർത്താവിനോട് ഒരുമിച്ചുള്ള ഒരു ജീവിതം, ഈ ലോകത്തിലും അതിനുശേഷം നിത്യതയിലും. ശരി, അപ്പം ഇവിടെ സൽപ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്, വേറെ യൂട്യൂബിലുണ്ട്, അത് പഠിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം അതിഥികളെ സൽക്കരിക്കുകയോ, അതിഥി സൽക്കാരം. അതിഥി സൽക്കാരത്തെക്കുറിച്ച് പതിനും എന്താ പറയുന്നത്? നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? അതിഥികളെ സൽക്കരിക്കുന്നതിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ഉണ്ടോ? ഒന്ന് ഉറക്കെ പറയ്. ഉണ്ട്. നമ്മൾ അതിഥി സൽക്കാരം ചെയ്യുന്നുണ്ടോ? ആർക്ക് സമയമല്ലേ? ആർക്കും ഒരിടത്തും പോകാൻ സമയമില്ല. 1-ാം നൂറ്റാണ്ടിലെ പ്രത്യേക സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും തമ്മിലുള്ളൊരു പ്രശ്നം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. നമ്മളൊക്കെ ദൂരെ താമസിക്കുന്നവരും അങ്ങനെ സ്വന്തമായിട്ട് വാഹനം ഇല്ലാത്തവരും ഉണ്ടെങ്കിൽ തന്നെ ഓടിക്കാൻ കഴിയാത്തവരും അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികൾ നമുക്കുണ്ട്. എന്നാൽ ഈ പരിമിതികളൊക്കെ അതിജീവിച്ച് ഇത് വേണ്ടേ നമ്മളുടെ ഇടയിൽ? ഏതെങ്കിലും രീതിയിൽ നമുക്കിത് വേണം അല്ലേ? അതിഥി സൽക്കാരത്തെക്കുറിച്ച് എന്താണ് വചനം പഠിപ്പിക്കുന്നത്? നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. കഴിഞ്ഞ ആഴ്ച സാബു സഹോദരൻ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് പഠിപ്പിച്ചപ്പോൾ അതിഥി സൽക്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു അല്ലേ? ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഒന്ന് പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ആചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താ അർത്ഥം? അതൊരു നമ്മുടെ ഒരു ഒരു ശീലമായിട്ട് മാറണം. അതിഥി സൽക്കാരം ഒരു ശീലമായിരിക്കണം. അതിന് മാസത്തിലൊരിക്കലെന്നോ വർഷത്തിലൊരിക്കലെന്നോ അങ്ങനെയൊന്നുമില്ല, അതൊരു ശീലമായിരിക്കണം. പിന്നെ തമ്മിൽ ആരെങ്കിലും 1-2 പേര് ചെയ്താൽ മതിയോ? എല്ലാവരും അന്യോന്യം ചെയ്യണം അല്ലേ? എന്നല്ലേ തമ്മിൽ എന്ന് പറഞ്ഞാൽ? അങ്ങനെയല്ലേ അർത്ഥം? ക്രിസ്ത്യ വിശ്വാസികളുടെ ഇടയിൽ ഏകപക്ഷീയമായിട്ട് ഒന്നുമില്ല കേട്ടോ. സ്നേഹം, ബഹുമാനം, സേവനം, കരുണ, എല്ലാ കാര്യങ്ങളും തമ്മിലാണ്. അതിഥി സൽക്കാരവും തമ്മിലാണ്. പിന്നെ എന്താണുള്ളത്?
അതിനകത്ത് പറയുന്നത് പിറുപിറുപ്പുണ്ടാകാൻ പാടില്ല, അല്ലേ? എപ്പോഴാണ് പിറുപിറുപ്പ് വരുന്നത്? അതിഥി സൽക്കാരം ചെയ്യുമ്പോൾ പിറുപിറുപ്പ് വരുന്നത് എപ്പോഴാ? അതിഥി സൽക്കാരം അത്ര ഇഷ്ടപ്പെട്ടില്ല, അല്ലേ? നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള അതിഥി സൽക്കാരം കിട്ടിയില്ല, അല്ലെങ്കിൽ ചിലരൊക്കെ ചെയ്യുന്നു, അവർ ചെയ്യുന്നത് ശരിയായില്ല, ഇവർ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല, ഒരു ഊഹം മാത്രമാണ്. അപ്പോൾ പിറുപിറുപ്പ് ഉണ്ടാകാനായിട്ട് പാടില്ല. എന്നാൽ ഈ അതിഥി സൽക്കാരം വേണ്ടേ? വേണം. ഞാനൊരിക്കലും പറഞ്ഞിരുന്നു, ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ ആരും വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജ് മേടിച്ച് വെച്ചിരിക്കുക, ആരെപ്പോൾ വന്നാലും ഞങ്ങളൊരു ചിക്കനൊക്കെ ഉണ്ടാക്കി സൽക്കരിക്കാം. പക്ഷെ ആരും അങ്ങനെ വരുന്നില്ല. നമുക്കൊക്കെ പ്രായോഗികമായിട്ട് പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ നമുക്ക് ആ മേഖലയിൽ വളരാവുന്നതായിട്ടുള്ള നമ്മുടെ പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് ചെയ്യുന്നതിനേക്കാൾ മെച്ചമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും, ഇല്ലേ? കഴിയുമോ? കഴിയുമെന്ന് ഉറക്കെ പറ. കഴിയുമോ? ഇല്ല എന്നുള്ളവരൊന്ന് കൈപോക്കാവോ? ഇല്ല എന്നാരുമില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ ഏകദേശം വട്ടപൂജ്യം, അല്ലേ? ആണോ? ഏകദേശം ഒരു വട്ടപൂജ്യമാണ്. നമ്മൾ ഞായറാഴ്ച കൂടുന്നു, പിന്നെ നമ്മൾ ഓൺലൈനിൽ ഒക്കെ മീറ്റിംഗ് ഉണ്ടെങ്കിലും അതിനൊക്കെ ആളുകൾ അങ്ങനെ കാര്യമായിട്ട് എല്ലാവരും കയറാൻ സാധിക്കാറില്ല. പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കാര്യമായിട്ടില്ല, എന്നാൽ നമുക്ക് ഒത്തിരി ആ മേഖലയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. അവിടെയും റോമർക്ക് ലേഖനം എഴുതുമ്പോഴും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ എന്ന് നമ്മൾ വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസിനെ കുറിച്ച് അങ്ങനെ ഒരു നല്ല പേര് നമുക്ക് വചനത്തിലുണ്ട്. ഗായോസിനെ കുറിച്ച് പല ലേഖനങ്ങളിലും ഗായോസിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഈ ഗായോസ് എല്ലാം ഒരാൾ തന്നെയാണോ, വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണോ എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ഉറപ്പില്ല. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ 3-ാം ലേഖനത്തിലും ഗായോസിന് എന്ന് പറഞ്ഞാണ് എഴുതുന്നത്, പ്രിയനെ നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവിടെയും ഗായോസിനെ കുറിച്ച് അങ്ങനെയൊരു പരാമർശമുണ്ട്. സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അല്ലേ? സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതെന്താ അത് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞേക്കുന്നത്? ഈ അതിഥി സൽക്കാരവും സഹോദരപ്രീതിയുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത്. അത് സഹോദരപ്രീതി നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ടാണ് അതിഥി സൽക്കാരം മറക്കരുത്. അപ്പോൾ ഈ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് സഹോദരപ്രീതിയുടെ ഒരു ലക്ഷണവുമാണ്, ഒരു മുഖാന്തരവുമാണ്, അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ച് സദ്യ കൊടുക്കാനായിട്ടൊക്കെ നമുക്കൊരു ഉത്സാഹമുണ്ട്, അല്ലേ? ഇഷ്ടമില്ലാത്ത ആരെങ്കിലും വിളിച്ച് സദ്യ കൊടുക്കുമോ? ഇല്ല. അപ്പം നമ്മൾ പക്ഷെ വിശ്വാസികളിൽ ഇഷ്ടപ്പെടാതിരിക്കാനും അങ്ങനെയുള്ള ഒരു യാതൊരു വകുപ്പും ഇല്ല കേട്ടോ. ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ദൈവസഭയ്ക്കുള്ളിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഹോദരപ്രീതി നിലനിൽക്കണമെങ്കിൽ, ആ ബന്ധം അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ അതിഥി സൽക്കാരം വേണം. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ഈ ആഴ്ചയിൽ ഒരു വട്ടം മാത്രം വന്ന് കണ്ട് കേട്ടൊക്കെ അങ്ങ് പോകുന്ന ഒരാളുകളാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു ഊഷ്മളമായ ഒരു ബന്ധം കാണുമോ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ, ഈ അതിഥി സൽക്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നും യാതൊരു അർത്ഥവുമില്ല. നമുക്ക് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു ചായയും കടിയും ധാരാളം മതി. അതിനെക്കുറിച്ച് പത്രോസ് എഴുതിയ ലേഖനത്തിൽ സൗരൻ പഠിപ്പിച്ചപ്പം അതിനെക്കുറിച്ച് അവിടെ പഠിപ്പിച്ചിരുന്നു. ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകിയ പ്രാപ്തിക്കൊത്തവണ്ണം മാത്രമേ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആവശ്യമുള്ളൂ.
അപ്പോൾ പ്രാപ്തിക്ക് ഒത്തവണ്ണം ചെയ്യാനായിട്ടുള്ള സാധ്യതയുമുണ്ട്, അത് ചെയ്യാനായിട്ടുള്ള അനുവാദവുമുണ്ട്. അപ്പോൾ ഒരുമിച്ചിരുന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, റിലേഷൻഷിപ്പ് ഗ്രോസ് അക്രോസ് ദ ടേബിൾ എന്ന് വെച്ചാൽ ബന്ധങ്ങൾ മേശയ്ക്കിരുപുറവും വളരുന്നു എന്നാണ് അതിൻ്റെ മലയാളം. മേശയ്ക്കിരുപുറവും ബന്ധങ്ങൾ വളരുന്നു. അതായത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ബന്ധം അവിടെ ഉണ്ടാകുന്നു എന്നാണ്. അപ്പോൾ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് സഹോദരപ്രീതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സഹോദരപ്രീതിയോട് സ്നേഹം, അല്ലെ? പത്രോസ് ലേഖനത്തിൽ വിശ്വാസത്തോട് കൂട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ അവസാനത്തിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത് സഹോദരപ്രീതിയാണ്. സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അത് ആ ഓർഡറിൽ അങ്ങനെ എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ അതെല്ലാം നമ്മൾ വിശ്വാസത്തോടെ കൂട്ടേണ്ടതായിട്ടുള്ള കാര്യമാണ്. സഹോദരപ്രീതിയും സ്നേഹവും സഹോദരപ്രീതിയും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിഥി സൽക്കാരം ആചരിക്കും. അപ്പോൾ അതിഥി സൽക്കാരം ആചരിക്കുന്നില്ലെങ്കിൽ പല കാരണങ്ങളുണ്ട് അതിന്. പക്ഷെ അതിലൊരു കാരണം എന്തായിരിക്കാം? സഹോദരപ്രീതി ഇല്ലാത്തതും ആയിരിക്കാം. അതുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. പ്രായോഗികമായിട്ടുള്ള മറ്റൊത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ മേഖലയിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ എല്ലാ പരിമിതികൾക്കും അപ്പുറം സഹോദരപ്രീതിയും അതുപോലെ തന്നെ ഈ അതിഥി സൽക്കാരവും നമുക്ക് ആചരിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ മൂപ്പന്മാരുടെ യോഗ്യതകൾ പറയുമ്പം തിമോത്തിയോസിനും തീത്തോസിനും എഴുതിയ 2 ലേഖനത്തിലും യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് അത് അവരുടെ യോഗ്യതകളായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? 1 തിമോത്തിയോസ് 3:2 വാക്യത്തിൽ, എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും. അപ്പോൾ അതിഥി സൽക്കാരം ചെയ്യാനായിട്ട് പ്രിയപ്പെടുന്ന ആള് ആയിരിക്കണം ഒരു മൂപ്പൻ എന്നവിടെ പറയുന്നു. തീത്തോസിന് എഴുതിയ ലേഖനത്തിലും 1:8 വാക്യത്തിൽ അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും എന്നാണ് പറഞ്ഞ് അത് പോകുന്നത്. അപ്പോൾ അതിഥിപ്രിയനായിരിക്കണം, അല്ലെങ്കിൽ അതിഥി സൽക്കാര പ്രിയനായിരിക്കണം. വീട്ടിൽ ആളുകളെ കൈക്കൊള്ളുകയും അവരെ അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം സൽക്കരിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം. ഇത് മൂപ്പന്മാർക്ക് മാത്രമുള്ള യോഗ്യതയല്ല. മൂപ്പന്മാർ അങ്ങനെയുള്ള ആളുകളെ മൂപ്പന്മാരാക്കാനായിട്ട് പാടുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതെല്ലാ വിശ്വാസികൾക്കും, അല്ലേ? അന്യോന്യം എന്ന് നമ്മൾ വായിച്ചില്ലേ? അന്യോന്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് ഈ അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. ശരി, നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ഏതൊക്കെ മേഖലകളിൽ നമുക്ക് അതിഥി സൽക്കാരം ചെയ്യാനായിട്ട് കഴിയും? എന്തെങ്കിലും ഐഡിയ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇപ്പം എന്താണ്? തമ്പി സഹോദരൻ തലയാട്ടി, പെട്ടെന്ന് തമ്പി സഹോദരൻ തലയാട്ടിയത് മാത്രമേ ഞങ്ങൾക്ക് കണ്ടുള്ളൂ. വേറെ ആരെങ്കിലും തലയാട്ടിയോന്ന് എനിക്കറിയില്ല. എന്താണ് സഹോദര? ചായയും കടിയും മതിയെന്ന് പറഞ്ഞു. അത് ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല. ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അതിഥി സൽക്കാരം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ രോഗികളായി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ആ കാലഘട്ടത്തിൽ നിന്നും വിഭിന്നമായി അന്ന് ഭക്ഷ്യക്ഷാമമുള്ള കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യരൊക്കെ കഠിനാധ്വാനികളായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യക്ഷാമം അങ്ങനെ ഇല്ല, കഠിനാധ്വാനവും ഇല്ല. അതുകൊണ്ട് കഴിച്ചാലുള്ള പ്രശ്നമാണ് ഇന്ന് യഥാർത്ഥത്തിലുള്ളത്. അതുകൊണ്ട് ഈ അതിഥി സൽക്കാരത്തിൽ ആളുകളെ ഞാൻ പലപ്പോഴും പല വീടുകളിലൊക്കെ ചെല്ലുമ്പം അവരൊന്നും തരാതിരുന്നെങ്കിൽ, അത് അങ്ങനെ തരാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പലപ്പോഴും ഈ സ്നേഹം കൊണ്ട് നിർബന്ധിച്ച് വല്ലാതെയും കഴിപ്പിക്കാൻ ശ്രമിക്കും. അത് ശരിക്കും പറഞ്ഞ ഒരു ഭയമാണ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് സന്തോഷമാണ് കഴിക്കുന്നത്, പക്ഷേ കഴിച്ചു കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ കുടവേറും ചാടിയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ രോഗികളായി തീരുന്ന ഒരു പ്രശ്നമാണ് നമുക്ക്. അതുകൊണ്ട് ഈ അതിഥി സൽക്കാരം എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ഒത്തിരി കറികളും ഒക്കെ ഉണ്ടാക്കി ഒത്തിരി വിഭവസമൃദ്ധിയായിട്ടുള്ള ആഹാരം വേണം, അങ്ങനെയൊന്നുമില്ല. ചായയും കടിയും മതി, കഞ്ഞിയും പയറും മതി. നമുക്ക് ദൈവം നൽകിയ പ്രാപ്തിക്കും കഴിക്കാൻ പോകുന്ന ആളുകളുടെയും നമ്മുടെയും ആരോഗ്യത്തിനും അനുസരിച്ച് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ഒരുമിച്ച് കാണുകയും കൂടുകയും ഒരുമിച്ചിരുന്ന് സമയം ചെലവഴിക്കുകയും ഒരുമിച്ച് കാപ്പിയാണെങ്കിലും കുടിച്ച് സന്തോഷിക്കുകയും വേണം എന്നുള്ളതാണ്
അതിൻ്റെ പ്രാധാന്യമുള്ള ഒരു കാര്യം. പിന്നെ നമുക്ക് മറ്റുള്ളവരെ ഒരാഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ശുശ്രൂഷിക്കാൻ വേറെ വല്ല സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ടോ? ആർക്കെങ്കിലും തലയിൽ മിന്നുന്നുണ്ടോ, കത്തുന്നുണ്ടോ? ഇല്ലേ? ചിരിക്കുന്നേ ഉള്ളൂ, ആരും തലയാട്ടുന്നില്ല. അതെ അതെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആവട്ടോ. ആളുകൾക്ക് അതാ ഇപ്പം നമ്മുടെ സഹോദരൻ, നമ്മുടെ അരുണും സഹോദരനൊക്കെ ആശുപത്രിയിലാണ്. അവർ ആശുപത്രിയിൽ കുക്കിങ്ങിനൊക്കെയുള്ള പരിമിതികളുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇച്ചിരി കറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി അവർക്ക് കൊടുക്കാം, അല്ലേ? അതും അതിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. എൻ്റെ സഹോദരൻ രക്ഷപ്പെട്ടു. ഇന്ന് മുതൽ ഞാൻ ആദ്യമേ ചോദിച്ചു, അവിടെ ഫ്രിഡ്ജ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഇച്ചിരി ഉണ്ടാക്കി കൂടുതൽ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഫ്രിഡ്ജ് ഇല്ല എന്ന് പറഞ്ഞു. അത് ശരി, മോൻ പറഞ്ഞിട്ട് കേട്ടില്ല അല്ലേ? ഇപ്പോഴാണ് ബോധം വന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ സഹോദരൻ മിണ്ടണ്ട, ഇവിടെ പറയുന്നത് ഞങ്ങളാണ്. സഹോദരൻ സൈലൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കാൻ ഒരു നേരം പലര് കറി കൊണ്ട് പോയി കഴിഞ്ഞാൽ സഹോദരൻ പെട്ടുപോകും, സഹോദരൻ രോഗിയാകും. അരുണിനോട് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് ഒട്ടും കൂടരുതെന്നാണ്. വെയിറ്റ് കൂടിയാൽ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എന്നോട് വിളിച്ച് പറയുക. ഞാൻ ആരെങ്കിലും ആ സമയത്ത് കൊണ്ടുചെല്ലാനായിട്ട് ആ ദിവസം കൊണ്ടുചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വേണ്ട മറ്റൊരു ദിവസം നിങ്ങൾക്ക് അതിന് തരാം. അപ്പോൾ എന്തായാലും തമ്പി സഹോദരന് അങ്ങനെ, തമ്പി സഹോദരന് മാത്രമല്ല, അതൊരു പ്രത്യേക കേസാണ്. നമുക്ക് ഇച്ചിരി കറിയൊക്കെ ഉണ്ടാക്കി നമുക്കൊരു വീട്ടിലേക്ക് പോയി ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടൊക്കെ പോരാൻ പാടില്ലേ? ഇല്ലേ? പറ്റും. നമുക്ക് ഇച്ചിരി കഞ്ഞിയും പേറും ഉണ്ടാക്കി 2 പാത്രത്തിലാക്കി പോവുക അടുത്ത സഹോദരൻ്റെ വീട്ടിലേക്ക്. മിണ്ടണ്ട, ആളുണ്ടെന്ന് മാത്രം ഉറപ്പ് വരുത്തി അവിടെ ചെന്നിരുന്ന് അവരോട് കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് കഴിച്ചേച്ച് പോരുക. അപ്പം ഈ കഞ്ഞിയും പേറും ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? ഞങ്ങൾക്ക് ഇവിടെ ഇല്ലാഞ്ഞിട്ടാണ്. അങ്ങനെയൊന്നും ആരും, അതാണ് പിറുപിറുപ്പ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. അന്ന് കഞ്ഞിയും പേറുമായിട്ടാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് തൃപ്തിയാകുക. നിങ്ങൾക്കിനി അവിടെ എന്തെങ്കിലും മീനോ ഇറച്ചിയോ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി സുഭിക്ഷമായിട്ട് കഴിക്കുക. ശരി, പിന്നെ ഏതെങ്കിലും സാധ്യതയുണ്ടോ അതിഥിസൽക്കാരത്തിന്? നമുക്കിവിടെ ഞായറാഴ്ച ഒരു ഭക്ഷണമുണ്ടല്ലേ. നമുക്ക് ഇച്ചിരി കറികളോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിച്ച് ഒരുമിച്ച് കഴിക്കുന്നതിൽ അതും ഒരു വഴിയാണല്ലേ. നമ്മളെല്ലാവരും സഭയായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങനെയും നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളുടെ രുചികരമായ ഭക്ഷണം ആസ്വദിക്കാനായിട്ട് ഒരു അവസരം നമുക്ക് അങ്ങനെയും ഒരുക്കി കൊടുക്കാം. എന്നാൽ ഞാൻ പറയുന്നു, അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള സാമ്പത്തികവും ഇല്ലാത്തതായിട്ടുള്ള ആളുകൾ ഉണ്ട് നമ്മളുടെ ഇടയിൽ. പ്രത്യേകിച്ച് പലരും കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്കാണ് വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കും അങ്ങനെ ഒരു നിർബന്ധം എന്നുള്ളതല്ല, അങ്ങനെ ഒരു പ്രശ്നമേ അതിനകത്തില്ല. അങ്ങനെ ആരും അതിനെക്കുറിച്ച് ധരിക്കരുത്. പലർക്കും രാവിലെ എഴുന്നേൽക്കാനായിട്ടുള്ള പ്രയാസമുള്ള രോഗപ്രശ്നങ്ങളുള്ളവരുണ്ട്. അതുകൊണ്ട് അതൊന്നും ആരും വിചാരിക്കേണ്ട. എന്നാൽ അതും ഒരു സാധ്യതയാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതാണ്. ശരി പ്രിയമുള്ളവരെ, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ജീവജലത്തിൻ്റെ നദികൾ നമ്മളിൽ നിന്നും ഒഴുകണം. അത് ഒഴുകിയെങ്കിൽ മാത്രമേ, ഒഴുകുമെന്നല്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞാൽ അത് ഒഴുകിയേ തീരൂ. ഇല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തിനെക്കുറിച്ചെങ്കിലും ഒരു സംശയമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതും കൂടെ കഴിഞ്ഞ് നിർത്താം. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സഹോദരൻ പറഞ്ഞതിന് ചോദ്യം ചെയ്തു എന്നും ഞാൻ ചിന്തിക്കുകയില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന കാര്യങ്ങളാണ്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. എന്തെങ്കിലും സംശയങ്ങൾ? ഇല്ല, എല്ലാവർക്കും എല്ലാറ്റിനോടും പൂർണ്ണ യോജിപ്പാണോ? അപ്പൊ പിന്നെ എന്തായിരിക്കും ഇനി നമ്മുടെ ചർച്ചിൽ നടക്കാൻ പോണല്ലേ? നമ്മുടെ ബാബു സഹോദരൻ കുലുക്കി ചിരിച്ചു. അപ്പൊ നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ സഭയെ പോലെ ആവണ്ടേ? നമ്മളിൽ അങ്ങനെ വഴക്കും പിണക്കും ഒന്നുമില്ല. എല്ലാവരും ഒരു പൊതുവിലൊരു യോജിപ്പിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് തൃപ്തി അടയാനായിട്ട് പാടില്ല. വചനം അതിന് അനുവദിക്കുന്നില്ല. അപ്പം നമ്മൾ ഇനി പിന്നെ വേറൊരു കാര്യം സൂക്ഷിച്ചോണം കേട്ടോ. ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ
പിശാച് ആ ഒരു സാഹചര്യത്തെ മുതലെടുക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ, ഇപ്പം ഞാനിങ്ങനെ പഠിപ്പിച്ചല്ലോ, ആ സഹോദരൻ ഇങ്ങനെ പഠിപ്പിച്ചേച്ച് ഇരുന്നാൽ മതി, ഞങ്ങൾക്കാണ് ഇതിൻ്റെ എല്ലാ ഭാരങ്ങളും എന്നൊക്കെ പറഞ്ഞ് എന്നെക്കുറിച്ച് വല്ല ദുഷിപ്പ് പറയാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരന്മാരെ കുറിച്ച് ദുഷിപ്പ് പറയേണ്ടതാവരുത്. അത് ഗുണത്തേക്കാളേറെ വലിയ ദോഷമായിട്ട് തീരും. പലപ്പോഴും ഈ ആളുകൾ തമ്മിലുള്ള സംസാരം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവിടെ മൂന്നാമതൊരു കക്ഷി പാർട്ടിയാണെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ദൂഷണം പറയുന്നില്ല എങ്കിൽ സാധാരണഗതിയിൽ വിശ്വാസികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്സാഹിപ്പിക്കുന്ന പരിപാടിയാണോ ഉള്ളത്? ഇവിടെയല്ല, പുറത്ത്. ഞാൻ ഇവിടുത്തെ കാര്യം ഒന്നുമല്ല ഈ പറയണത്. എന്താ പറയുക? അവർ മറ്റുള്ളവരെ വിലയിരുത്താനും വിധിക്കാനും കുറ്റം പറയാനും ഒക്കെയുള്ള അവസരങ്ങളായിട്ടാണ് അങ്ങനെ ഉള്ള കൂടിവരവുകൾ ഉപയോഗിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയം ഇല്ല. അങ്ങനെ ഉള്ള ഭയം ആവശ്യമില്ല, അല്ലേ? ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഭയം ആവശ്യമില്ല. പക്ഷെ സൂക്ഷിച്ചോളണം. കാരണം പിശാചിന് ഒരല്പം ഇടം കൊടുത്താൽ അവനവിടെ കുത്തിക്കയറി നമ്മളെ പുറത്താക്കിയിട്ട് അവനവിടെ കയറിയിരിക്കും നമ്മുടെ സിംഹാസനത്തിൽ. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുത് എന്നുള്ള ഒരു കാര്യവും അതിനോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, സഭയ്ക്ക് കൊടുത്തിരിക്കുന്നുള്ള പ്രാധാന്യം എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. നമ്മളൊക്കെ ഈ സഭകളിൽ കണ്ട് നാം ശീലിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ സഭയ്ക്ക് വലിയ പ്രാധാന്യമില്ലാത്ത നിലയിലാണ്. കാരണം എന്തും നടത്താവുന്ന അടിയും പിടിയും വഴക്കും ഈ പറഞ്ഞതുപോലെ കസേരയെടുത്ത് കയറും ഒക്കെ പല സഭകളിലും ധാരാളം നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സഭകളൊക്കെ കണ്ടിട്ട് അതിനേക്കാൾ മെച്ചമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. സഭയെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ ദൈവവചനത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് അങ്ങനെ തന്നെ ആയാൽ മാത്രമേ നമുക്ക് അന്യോന്യമുള്ള ആത്മീയമായിട്ടുള്ള പ്രയോജനം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ, ദൈവേഷം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ,